ഹായ് ഫ്രണ്ട്സ്, കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്ക് എങ്ങനെ ഓവനും ബീറ്ററും ഒന്നും യൂസ് ചെയ്യാതെ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഞാനിന്നിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഓവനും ബീറ്ററും ഒന്നും യൂസ് ചെയ്യാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ട്യൂട്ടി ഫ്രൂട്ടി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും, യാതൊരു ബുദ്ധിമുട്ടില്ല. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഓവൻ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്കിതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യം തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഇത് നമുക്ക് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പാത്രങ്ങൾ, മിക്സി, ഇതൊന്നും ഒട്ടും നനവില്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ തുടച്ച് കളഞ്ഞ് ഒക്കെ വേണം നമ്മൾ കേക്ക് തയ്യാറാക്കാനായിട്ട് നിൽക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് പൊടിച്ച പഞ്ചസാരയൊന്നും വേണമെന്നില്ല കേട്ടോ. സാധാരണ നമ്മുടെ പഞ്ചസാര 1/2 കപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഈ പഞ്ചസാരയും മുട്ടയും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊടിക്കാത്ത പഞ്ചസാര നമ്മൾ ഈ മുട്ടയിലും ചേർത്തിട്ട് നല്ലപോലെ അടിച്ചെടുത്താൽ തന്നെ ആ പഞ്ചസാര നമുക്ക് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും. ഇനി നമ്മൾ ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം മാത്രം നമ്മൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ മുട്ടയും പഞ്ചസാരയും കൂടി ചേർത്ത് അടിക്കുമ്പോൾ തന്നെ ഒരു നേരിയ യെല്ലോ കളർ വരുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടിയും ഒരു യെല്ലോ കളർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യെല്ലോ കളർ ആഡ് ചെയ്യാം. ഞാനിവിടെ കളറായിട്ട് ആഡ് ചെയ്തിട്ടില്ല. ഞാൻ അതിന് പകരം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതായത് കൈകൊണ്ട് തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഈ സൺഫ്ലവർ ഓയിലിന് പകരം വേണമെങ്കിൽ ബട്ടർ എടുക്കാം. ഇനി ഞാൻ അതേപോലെ തന്നെ ആ സെയിം കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1-2 ഡ്രോപ്പ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂൺ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ ഒരു 1/2 ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് മഞ്ഞ കളർ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു എന്ന് വെച്ചിട്ട് മഞ്ഞൾപ്പൊടിയുടേതായ യാതൊരു ടേസ്റ്റും ഈ കേക്കിന് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരു കളറിന് വേണ്ടി മാത്രമാണ് ഞാനൊരു മഞ്ഞ കളർ നമുക്ക് എന്തായാലും ട്യൂട്ടി ഫ്രൂട്ടി കേക്കിന് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ മഞ്ഞ കളർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കളറൊക്കെ യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കളർ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ വീട്ടിൽ നമുക്ക് കഴിക്കാനുള്ള കേക്കാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മഞ്ഞ കളർ ഇല്ലയെന്ന് വെച്ചിട്ട് യാതൊരു പ്രശ്നവും ഇല്ല. അപ്പോൾ മഞ്ഞ കളർ വേണ്ടാത്തവരാണെങ്കിൽ നമുക്ക് ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് കളർ ചേർക്കുന്നതോ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇപ്പോൾ എല്ലാവരും ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുത്തു. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 1 കപ്പ് മൈദ അല്പാൽപ്പായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 കപ്പ് മൈദയിലേക്കാണ് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പഞ്ചസാര, അതേപോലെ തന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1/4 കപ്പ് തൈരൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ മൈദ ഒന്നാകെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കരുത്. നമ്മൾ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് നല്ലപോലെ അടിഞ്ഞ് കിട്ടില്ല, കട്ടിയായിട്ട് കൊടുക്കും. പിന്നെ ഈ മൈദ ഞാൻ അരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ നമ്മൾ വാങ്ങുന്ന മൈദ അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്, അരിച്ച് ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ 1 കപ്പ് മൈദ മുഴുവനായിട്ട് ചേർത്തിട്ട് നല്ലപോലെ അടിച്ചെടുക്കുക. ഓവർ സമയം ഇട്ടിട്ട് അടിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ മൈദ നല്ലപോലെ ഒന്ന് മിക്സായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ മിക്സി ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ കേക്കിനുള്ള ബാറ്റർ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പഞ്ചസാരയും മുട്ടയും ചേർത്തു അടിച്ചു. നമ്മൾ പിന്നെ അതിൽക്കാണ് നമ്മൾ സൺഫ്ലവർ ഓയിലും അതേപോലെ തൈര്, പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്ത് അടിച്ചു. അതിന് ശേഷമാണ് നമുക്ക് ലാസ്റ്റ് മൈദ ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾക്ക് ഈ അടിച്ച് വെച്ചേക്കുന്ന ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ട്യൂട്ടി ഫ്രൂട്ടി ആയിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതേപോലെ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും പല കളറുകളായിട്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു നുള്ള് മൈദ ഇട്ട് കൊടുത്തു. ഒരു നുള്ള് മൈദയുടെ ആവശ്യം തന്നെയുള്ളൂ. കൈകൊണ്ട് നമ്മൾ ഒന്ന് നുള്ളി ഇട്ടാൽ മതി മൈദ. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതായത് നമ്മൾ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ട്യൂട്ടി ഫ്രൂട്ടി ഒരു ഭാഗത്ത് തന്നെ കട്ട കൂടി കിടക്കാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്.
ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളുടെ ഇപ്പോൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ബാറ്റർ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള പാത്രം പോലും ഈർപ്പില്ലാത്തതായിരിക്കണം. നമ്മൾ നനവൊക്കെ ഉള്ള പാത്രമാണെങ്കിൽ ഫുള്ള് തുടച്ച് കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാനായിട്ടാണ്. നമ്മൾ എടുക്കുന്ന ഗ്ലാസ്, പാത്രം, മിക്സി ഇതൊന്നും ഒട്ടും നനവില്ലാത്തതായിരിക്കണം. ഇനി ഇത് നമുക്ക് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ നമ്മളുടെ ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ടിന്നിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ടിന്നിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് കേക്കിൻ്റെ ടിന്ന് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ ബാറ്റർ നമ്മൾ തയ്യാറാക്കിയിട്ട് ഓവർ സമയം പുറത്ത് വയ്ക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കേക്ക് തയ്യാറാക്കി എടുക്കാം. അതായത് നമ്മൾ ഒരുപാട് ടൈമൊന്നും വെച്ചിട്ട് തയ്യാറാക്കി എടുത്താൽ നമുക്ക് കേക്ക് ഇത് നല്ലപോലെ ഒന്നും പൊന്തി വരില്ല. അപ്പോൾ നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. ഈ കേക്ക് ടിന് നമ്മൾ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. നമുക്കിതിൻ്റെ മേലെ കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി നമുക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓവനിൽ വെക്കേണ്ടവർക്കാണെങ്കിൽ ഇത് ഓവനിൽ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം. അല്ലാത്തവരാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് ഇതുപോലൊരു സ്റ്റാൻഡ് തിരിച്ച് വെച്ച് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പാൻ ചൂടാക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ വെള്ളം നല്ലപോലെ തിളച്ച് പെട്ടെന്ന് തന്നെ ഈ വെള്ളം വറ്റി തുടങ്ങും. വെള്ളം ഫുള്ള് വറ്റിയതിന് ശേഷം നമ്മൾ പാന് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊരു 25 മുതൽ 30 മിനിറ്റ് വരെ നമ്മൾ മൂടി വെച്ചിട്ട് നമുക്ക് ഈ കേക്ക് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വെള്ളം വെച്ചു എന്ന് വിചാരിച്ചിട്ട് ഇതിൽ നിന്ന് ഒരുപാട് ആവിയൊന്നും വരില്ല. നമ്മൾ ഈ വെള്ളം പെട്ടെന്ന് തന്നെ വറ്റി വരും. ഈ വറ്റി വരുന്നതോട് കൂടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഈ പാനിൻ്റെ മൂടി വെച്ചിട്ട് അടയ്ക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് വെള്ളം ഇല്ലാണ്ട് നമുക്ക് പാന് ചൂടാക്കി എടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതേപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കി എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ പാനിൻ്റെ മൂടിയിൽ നിന്ന് ആവി കേക്കിലേക്കൊന്ന് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പാനിൻ്റെ മൂടിയിൽ ഒരു ടർക്കി വെച്ചിട്ടോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ടോ അടച്ചിട്ട് നമുക്ക് ഈ കേക്ക് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ 25 മിനിറ്റിന് ഇടയ്ക്ക് നമ്മൾ കേക്ക് വെന്തോന്ന് നോക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൂടി തുറന്ന് നോക്കരുത്. അപ്പോൾ ആ സമയത്ത് ഈ കേക്ക് പൊന്തി വരുന്നത് അങ്ങനെ തന്നെ സ്റ്റോപ്പ് ആവും. അപ്പോൾ നമുക്ക് കേക്ക് പൊന്തില്ല. അപ്പോൾ നമ്മൾ ആകാംക്ഷ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് കൊണ്ടാണ് ഈ കേക്ക് പൊന്തി വരാണ്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മൂടി തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കേക്ക് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും